ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. യേശു വെളിപ്പെടാറായി കാന്തയാം സഭയെ ചേർത്തിടാറായി. കാന്തനാമേശു വെളിപ്പെടാറായി കാന്തയാം സഭയെ ചേർത്തിടാറായി. ദീപങ്ങൾ തെളിക്കാമുണർന്നിടാം കാന്തനാമേശുവെ എതിരേൽപ്പാൻ. ദീപങ്ങൾ തെളിക്കാമുണർന്നിടാം കാന്തനാമേശുവെ അല്ലെല്ലാം തീരക്കാലമായി. ഹല്ലേലൂയ പാടാം ആരാധിച്ചാത്തിടാം അല്ലെല്ലാം തീരക്കാലമായി. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം. കഷ്ടമില്ല വീടേ ദുഃഖമങ്ങില്ല രോഗമില്ല വീടേ മരണമങ്ങില്ല. കഷ്ടമില്ല വീടേ ദുഃഖമങ്ങില്ല രോഗമില്ല വീടേ മരണമങ്ങില്ല. ഹല്ലേലൂയ പാടാം ആരാധിച്ചാത്തിടാം അല്ലെല്ലാം തീരക്കാലമായി. ഹല്ലേലൂയ പാടാം ആരാധിച്ചാത്തിടാം അല്ലെല്ലാം തീരക്കാലമായി. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം. പരിഹാസമങ്ങില്ല പീഡയില്ല വീടേ ഭീതിയുമില്ല. നിന്നയില്ല വീടേ പരിഹാസമങ്ങില്ല പീഡയില്ല വീടേ ഭീതിയുമില്ല. ഹല്ലേലൂയ പാടാം ആരാധിച്ചാത്തിടാം അല്ലെല്ലാം തീരക്കാലമായി. ഹല്ലേലൂയ പാടാം ആരാധിച്ചാത്തിടാം അല്ലെല്ലാം തീരക്കാലമായി. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത് പൊന്മുഖം കണ്ടാരാധിച്ചിടാം. ദൈവത്തിന് സ്തോത്രം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനോഹരമായ ഈ ദിവസത്തിൽ ഈ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലായിരിക്കാൻ നമ്മയെല്ലാം അനുഗ്രഹിച്ച നല്ലവനായ ദൈവത്തെ മുന്നമേ സ്തുതിക്കുന്നു.
അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനായ ദാവീദ് തൻ്റെ സങ്കീർത്തനം 56 അതിൻ്റെ 11 വാക്യത്തിൽ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? ദാവീദ് തൻ്റെ പ്രശ്നങ്ങളുടെ മധ്യേ, പ്രത്യേകിച്ചും ഗത്തിലെ ഫെലിസ്ത്യരോട് പടവെട്ടി തളർച്ചയിലിരിക്കുമ്പോൾ അവൻ പറയുന്ന, അവൻ ആശ്രയിക്കുന്ന, അവൻ പ്രത്യാശിക്കുന്ന, തന്നെ തന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്യമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ എൻ്റെ പൊന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, അവൻ്റെ ബലത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, അവൻ്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ആ ഒരു വലിയ ആശ്രയബോധത്തിൽ ദാവീദ് പറയുകയാണ്, ഞാൻ ഭയപ്പെടുകയില്ല എന്ന്. ഞാൻ ഒരു കാരണവശാലും ഭയപ്പെടുകയില്ല എന്ന്. മനുഷ്യൻ്റെ പട കണ്ടിട്ട് ഞാൻ ഭയപ്പെടുകയില്ല എന്ന്. ഈ മുന്നിലിരുന്ന ഈ പ്രശ്നങ്ങൾ കണ്ടിട്ട് ഞാൻ ഭയപ്പെടുകയില്ല എന്ന്. ഈ മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്, ഈ സാധാരണ മനുഷ്യന് എന്നോട് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്, എൻ്റെ കൂടെ ദൈവമുള്ളപ്പോൾ ഈ മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ദാവീദ് ചോദിക്കുന്നത്. ഒരു വലിയ ട്രസ്റ്റാണ് അവിടെ കാണുന്നത്. യഹോവയായ ദൈവവും ദാവീദുമായിട്ടുള്ള വലിയൊരു വിശ്വാസത്തിൻ്റെ ഒരു ഉറപ്പാണ് നമ്മളവിടെ കാണുന്നത്. ഒന്നും ചെയ്യാൻ കഴിയില്ല, ഈ മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ദാവീദിനെ നമ്മളവിടെ കാണുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ ദാവീദിൻ്റെ ഹൃദയത്തിലുണ്ട്. ഒരു കുഴപ്പത്തിലും എന്നെ ചാടിക്കാതെ എന്നെ വഴി നടത്തുന്നവനായ, എന്നെ കരുതുന്നവനായ, നല്ലവനായ ഒരു ദൈവമുണ്ട് എന്ന് സദാ ചിന്തിക്കുന്ന, സദാ ധൈര്യപ്പെടുന്ന ദാവീദിനെ നമുക്ക് പലയിടത്തും ഈ സങ്കീർത്തനങ്ങളിൽ കാണാം, അസങ്കീർത്ത വചനങ്ങളിൽ കാണാം. പ്രത്യേകിച്ചും 91 സങ്കീർത്തനത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങളിൽ നമ്മളിത് അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിൽ ഈ വാക്യങ്ങൾ വായിച്ച് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാനായിട്ട് സാധിക്കും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല എന്ന് ഉറപ്പിച്ചു പറയാണ്. രാത്രിയിൽ നിനക്ക് പേടിക്കാനില്ല, പകൽ നിനക്ക് പേടിക്കാനില്ല, ഉച്ചയ്ക്ക് നിനക്ക് പേടിക്കാനില്ല. രാത്രിയിൽ വരുന്ന എന്ത് തരം പ്രശ്നങ്ങളെയും, ആ ഇരുട്ടിനെ നിനക്ക് പേടിക്കാനില്ല. ഈ ഡാർക്ക്നെസ്സിനെ നീ പേടിക്കണ്ട, ഇരുട്ടിൻ്റെ ശക്തികളെ നീ പേടിക്കണ്ട. പകൽ വരുന്ന അസ്ത്രങ്ങളെ നീ പേടിക്കണ്ട എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തുതി. എല്ലാത്തരം പ്രശ്നങ്ങളിൽ നിന്നും ഒരു നല്ല പരിരക്ഷണം കൊടുക്കുന്ന ദൈവത്തിൻ്റെ വചനം, സദാ നമ്മെ പരിരക്ഷിക്കാൻ വാഗ്ദത്തം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ മക്കൾക്ക്, പിശാചിൻ്റെ മക്കൾക്കല്ല. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. ദൈവമക്കൾക്ക് അങ്ങനെ, ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ ഒരു പരിരക്ഷ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ വലിയൊരു ഉറപ്പിലാണ് ദാവീദ് ഈ വാക്യമേറ്റ് പറയുന്നത്. രാത്രിയിലെ ഭയത്തെയും, രാത്രിയിൽ അനേകം ഇരുട്ടിൻ്റെ മറവിൽ അനേകം പ്രശ്നങ്ങൾ വരും, അനേകം വിഷയങ്ങൾ നമ്മളെ ഹനിക്കുന്ന അനേകം വിഷയങ്ങൾ വരും. ശാരീരികമായും വരും, മാനസികമായും വരും. അനേകർക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റത്തില്ല, ഭയത്തിൻ്റെ പ്രശ്നങ്ങൾ കിടക്കുന്നു, ഞെട്ടി ഉണരുന്നു, വലിയ ഘോര സ്വപ്നങ്ങൾ കാണുന്നു. രാത്രി ഒരു വലിയ ഘോരമായിട്ടുള്ള ഒരു സമയമായിട്ട് അവർക്ക് തോന്നുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കും. പ്രതീക്ഷിക്കാത്ത വാക്കുകൾ ചിലപ്പം പലരുടെ വായിൽ നിന്ന് വരും, സ്പോക്കൺ വേർഡ്സ് ചിലപ്പം അസ്ത്രം പോലെ വരും. അവിടെ നമ്മൾ പതറിപ്പോവും, പേടിച്ചു പോവും. പലരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, പല സാഹചര്യങ്ങൾ, നാം കേൾക്കുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം നമ്മളെ പേടിപ്പെടുത്തുന്നവയാണ്. ചിലപ്പോൾ നമ്മുടെ മനസ്സിലൂടെ വരുന്ന മിന്നിമറയുന്ന ചില ചിന്തകൾ നമ്മളെ തന്നെ പേടിപ്പിക്കുന്നതാണ്. പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ, ഈ പകൽ പറക്കുന്ന അസ്ത്രങ്ങളെ നീ പേടിക്കണ്ട. മഹാമാരിയെ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പല രോഗങ്ങളെ നീ പേടിക്കണ്ട. എനിക്ക് രോഗമാണ്, എനിക്ക് പേടിയാണ്, എൻ്റെ ഷുഗർ കൂടി, എൻ്റെ പ്രഷർ കൂടി, എനിക്ക് ഇന്ന രോഗങ്ങളുണ്ട്. തന്നെ പേടിക്കുന്നവരുണ്ട്, രോഗങ്ങളെക്കുറിച്ച് പേടിക്കുന്നവരുണ്ട്, തന്നെ വീട്ടിലുള്ളവരെ പേടിക്കുന്നവരുണ്ട്. ഭർത്താവ് ഭാര്യയെ പേടിക്കുന്നുണ്ട്, ഭാര്യ ഭർത്താവിനെ പേടിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, മാതാപിതാക്കൾ ഇന്ന് കുട്ടികളെ വരെ പേടിക്കുന്നു, അധ്യാപകർ ഇന്ന് വിദ്യാർത്ഥികളെ പേടിക്കുന്നു. കാരണം അവരുടെ വായിൽ നിന്ന് എന്താ വരുന്നത്, എന്താ ചോദ്യം ചെയ്യാൻ പോകുന്നത്, അനേകരുടെ മധ്യത്തിൽ ഈ വിദ്യാർത്ഥികൾ അധ്യാപകരെ എന്താ ചോദ്യം ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ചിലപ്പം ചിന്തിക്കാനാവുന്നതല്ല. അത്തരം സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം, കർത്താവായ യേശുക്രിസ്തു ഒരു പരിരക്ഷ കൊടുക്കുന്നുണ്ട്. രാത്രിയും പകലും ഉച്ചയ്ക്കും എല്ലാം പരിരക്ഷ കൊടുക്കുന്നുണ്ട്. ഡേ ആൻഡ് നൈറ്റ്, ബോത്ത് ഡേ ആൻഡ് നൈറ്റ്.
ആ ഒരു പരിരക്ഷ നമുക്ക് കിട്ടുന്നുണ്ട്. ചില കാര്യങ്ങൾ നമുക്കറിയാം, നോൺ തിങ്സ്. ചില കാര്യങ്ങൾ ഇപ്പോൾ അൺനോൺ ആണ്, അത് ഏത് സമയത്തും സംഭവിക്കാം. നോൺ വറീസ്, നോൺ ഡിസാസ്റ്റേഴ്സ്, അൺനോൺ ഡിസാസ്റ്റേഴ്സ്, എല്ലാത്തിലും നമുക്ക് പരിരക്ഷ തരുന്നവനായ ഒരു നല്ലവനായ ദൈവം ജീവിക്കുന്നുണ്ട്. പ്രൊവൈഡഡ് നമ്മുടെ ജീവിതം നാം കർത്താവായ യേശു ക്രിസ്തുവിന് സമർപ്പിക്കുക, പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുക. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവമക്കളാകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ദൈവ പൈതലിന് കർത്താവിൻ്റെ സംരക്ഷണം നാം കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എനിക്ക് പേടിയുള്ള ഒരു വ്യക്തിയാണോ? ഞാൻ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണോ? ചില്ലറ കാര്യങ്ങളിൽ ഞാൻ വിഷമിക്കുന്ന ഒരു വ്യക്തിയാണോ? ഭയം കൊണ്ട് നിരാശ വരുന്ന ഒരു വ്യക്തിയാണോ? അനേകരുടെ മുമ്പിൽ പോലും വരാൻ, പ്രത്യക്ഷപ്പെടാൻ പോലും പേടിയുള്ളവരാണോ? കർത്താവിനെ ഏറ്റുപറയാൻ പേടിയുള്ളവരാണോ? യേശു ക്രിസ്തുവിൻ്റെ പേര് പറയാൻ പേടിയുള്ളവരാണോ? വേദപുസ്തകവും പിടിച്ചുകൊണ്ട് നടന്നു പോകാൻ പേടിയുള്ളവരാണോ? ഭയമുള്ളവരാണോ? ഈ സർക്കാരിനെ പേടിയുള്ളവരാണോ? മനുഷ്യരെ പേടിയുള്ളവരാണോ? ചെറു ജീവജാലങ്ങളെ പേടിയുള്ളവരാണോ? ചിലന്തികളെ പേടിയുള്ളവരാണോ? അതെ, അതുപോലുള്ള ക്ഷുദ്രജീവികളെ പേടിയുള്ളവരാണോ? വലിയ ഹിംസ ജന്തുക്കളെ പേടിയുള്ളവരാണോ? ഭയമുള്ളവരാണോ? വീട്ടിലുള്ളവരെ നമുക്ക് പേടിയുണ്ടോ? എങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ആ ഒരു പേടി നമുക്ക് വരുന്നത്? ഞാൻ അറിയാതെ നിൻ്റെ ഒരു തലയിലെ തലമുടി പോലും താഴെ വീഴുകയില്ല എന്ന് പറഞ്ഞവനായ നല്ലവനായ ദൈവം, അങ്ങനെ ഒരു സമർപ്പണം. എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ തലയിൽ നിന്നൊരു തലമുടി പോലും താഴെ വീഴുന്നില്ല, അവൻ അതിനെ കൃത്യമായി എണ്ണി സൂക്ഷിക്കുന്നു. ആ ഒരു വിശ്വാസമുള്ളവർക്ക് പേടി അവരെ ബാധിക്കുന്നില്ല. സാധാരണ മനുഷ്യർക്ക് വരുന്ന പേടി അവരെ ബാധിക്കുന്നില്ല. ദൈവത്തിന് സ്തുതി. നമുക്ക് ഇപ്പോൾ ഒരിക്കലൊരു കഥ കേട്ടിട്ടുണ്ട്. 2 സിംഹങ്ങളുടെ നടുവിൽ ഒരു മാനിങ്ങനെ നടന്നു വരുന്നു. നല്ല 2 സിംഹങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു മാനിങ്ങനെ നടന്നു വരുന്നു. ആർക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു നിമിഷം പോലും ആ മാന് അങ്ങനെ ജീവിക്കേണ്ടതല്ല, കാരണം സിംഹം ഏത് സമയത്തും ചാടി വീണേനെ. പക്ഷേ ഇങ്ങനെ ഒരു കാഴ്ച കാണുകയാണ്. ഒരു സന്യാസി കാട്ടിലൂടെ നടന്നു വന്നപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കാണുക. 2 സിംഹങ്ങളുടെ നടുവിലൂടെ ഒരു മാനിങ്ങനെ ശാന്തമായിട്ട് നടന്നു വരുന്നു. അപ്പോൾ സന്യാസി ആ മാനിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഭയമില്ലേ? ഇങ്ങനെ ഈ സിംഹത്തിൻ്റെ കൂടെ നടന്നു വരാൻ നിനക്ക് ഭയമില്ലേ? പക്ഷേ അപ്പോൾ ഈ മാനൊരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് വളരെ കുഞ്ഞിലേ മുതലേ ഇവരെ അറിയാം. കാരണം ഈ പെൺസിംഹം ഒരിക്കൽ മരണപ്പെട്ടു. ഒരു പെൺസിംഹം ഒരിക്കൽ മരണപ്പെട്ടു. അതിൻ്റെ കുഞ്ഞുങ്ങൾ ദാഹിച്ചും വലഞ്ഞും വിശന്നും എല്ലാം ചുറ്റിപ്പറ്റി നടന്നപ്പോൾ, മരണത്തെ അഭിമുഖമായി അവർ നടന്നപ്പോൾ ഞാനാണ് അവരെ സംരക്ഷിച്ചത്. എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടിയാണ് ഞാൻ അവരെ വളർത്തിയത്. അവരാണിവർ എന്ന് മാൻ പറയുകയുണ്ടായി. അവർ തമ്മിലൊരു സ്നേഹമുണ്ട്, അവർ തമ്മിലൊരു വിശ്വാസമുണ്ട്, അവർ തമ്മിലൊരു ട്രസ്റ്റ് ഉണ്ട്. അങ്ങനെയുള്ളവർ പേടിക്കില്ല. അങ്ങനെയുള്ളവർ ഏത് പ്രതിസന്ധികളിലും പേടിക്കില്ല. ഉള്ളിൽ സ്നേഹമുള്ളവർ പ്രതിസന്ധികളിൽ പേടിക്കില്ല. ഒരു ദൃഢവിശ്വാസമുള്ളവർ, യഹോവയിൽ ഒരു ദൃഢവിശ്വാസമുള്ളവർ പേടിക്കാറില്ല. സദൃശവാക്യങ്ങൾ 14 അധ്യായത്തിൻ്റെ 26 27 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്കൊരു വലിയ ആശ്വാസത്തിൻ്റെ, വലിയൊരു ഉറപ്പിൻ്റെ വചനങ്ങൾ നമുക്ക് അവിടെ വായിച്ചു കേൾക്കാനായിട്ട് സാധിക്കും. യഹോവാ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. യഹോവാഭക്തി ജീവൻ്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞുപോകും. ദൈവത്തിൻ്റെ സ്തോത്രം. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട് എന്ന് പറഞ്ഞാൽ, ദൃഢതയെ ഒരു യഥാർത്ഥ ഒരു ഭക്തനായ ഒരു മനുഷ്യന് അവൻ്റെ ഉള്ളിലൊരു ദൃഢധൈര്യമുണ്ട്, ഒരു ഡീപ്പ് സ്ട്രെങ്ത് ഉണ്ടെന്നാണ് പറയുക. ഡീപ്പ് സ്ട്രെങ്ത്. എവിടെയെങ്കിലും ചഞ്ചലമായി പോകുന്നൊരു മനസ്സല്ല യഥാർത്ഥ ഒരു ഭക്തന്, കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം. അങ്ങനെ ജീവിതം നയിക്കുന്ന യഥാർത്ഥ ഭക്തന് ഒരു ദൃഢധൈര്യമുണ്ട്. ആ ധൈര്യത്തിലാണ് അവൻ നടക്കുന്നത്. എന്ത് സംഭവിച്ചാലെന്ത്, എന്തെല്ലാം സംഭവിച്ചാലെന്ത്, എന്തെല്ലാം എൻ്റെ വഴിയിൽ നടന്നാലെന്ത്, കാരണം ഞാൻ എൻ്റെ കർത്താവിനുള്ളവൻ, ഞാൻ എൻ്റെ യഹോവയ്ക്കുള്ളവൾ എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. അവർക്ക് ആ ദൃഢധൈര്യമുണ്ട്. അതാണ് അവിടെ സദൃശവാക്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. യഹോവ ഭക്തി ജീവൻ്റെ ഉറവാകുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. യഥാർത്ഥ യഹോവ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു റെവറൻസ് ഫോർ ഗോഡ്, കർത്താവിനോടുള്ള ഒരു റെവറൻസ്, യഥാർത്ഥത്തിലുള്ള ഒരു ഭക്തി. ഭക്തിയുടെ വേഷം ധരിച്ച് നടക്കുന്ന അനേകരുണ്ട്. കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പെരുന്നാൾ കൂടുന്നു, വലിയ റാസയിൽ പങ്കെടുക്കുന്നു, ഉപവാസം അനുഷ്ഠിക്കുന്നു, പലതരം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർ ഒരു ടെസ്റ്റ് കേസ് വരുമ്പോൾ മറിഞ്ഞു കിടക്കും, വീണ് കിടക്കും. അപ്പോൾ അവർക്ക് ഒരു കർത്താവിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഏത് സിറ്റുവേഷൻ വന്നാലും, എനി ഗിവൺ സിറ്റുവേഷൻ, ഈ പാപത്തിന് എന്നെ കിട്ടില്ല എന്നൊരു വാക്ക് പറഞ്ഞവരല്ല. കർത്താവിനോട് റെവറൻസ് അവർക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയാസ്പദമാണ്. എന്നാൽ റിയലായിട്ട് റെവറൻസ് ഫോർ ഗോഡ് അതുള്ളവർക്ക് എന്തുണ്ട്? അത് ജീവൻ്റെ ഉറവാകുന്നു. അതിനാൽ മരണത്തിൻ്റെ കെണികളെ
ഒഴിഞ്ഞു പോകും. മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്ങളുടെ ഭയമായ മരണഭയം, ഏറ്റവും വലിയ മരണഭയം, ആ ഭയമാണ് ഒരു മനുഷ്യന് നേരിടേണ്ട ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഭയമില്ലാതെ നടക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു പുണ്യമാണ്. പക്ഷേ നമ്മൾ അതിനു മുമ്പ് അത് ശീലിക്കണമെന്ന് മാത്രം. എങ്ങനെയാണ് ശീലിക്കുക? യഥാർത്ഥ ഭക്തനാകുക, കർത്താവിനോടുകൂടി നടക്കുക, അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക. വള്ളി തെറ്റാതെ അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ പറ്റുകയാണ് എങ്കിൽ ആ മരണനേരത്ത് അവൻ്റെ കരങ്ങൾ വരും. ആ യോർദാൻ്റെ വൻകാട്ടിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ്റെ കരങ്ങൾ നമ്മെ കോരിയെടുക്കും. അല്ല, ആ നദിയിലൂടെ നമ്മൾ കിടക്കുമ്പോൾ അപ്പുറത്ത് ആ മനോഹരമായ രൂപം നമ്മളെ കാണും. ആ പ്രകാശ ഗോപുരം പോലെ നിൽക്കുന്ന ആ ഇരുട്ടിൻ്റെ മധ്യത്തിലൂടെ നമ്മൾ കാണുമ്പോൾ ഒരു വലിയ പ്രകാശ ഗോപുരം അക്കരെ നിൽക്കുന്നത് കാണും. അവൻ്റെ സദാ വിരിച്ചു നിൽക്കുന്ന ആ കൈയിലേക്ക് നമുക്ക് ചേത്താനായിട്ടാവും. മരണഭയം നമ്മെ വിട്ടുപോകും. യഥാർത്ഥത്തിൽ ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? യാതൊരു അഭയവുമില്ലാത്തവൻ്റെ നിലവിളിയാണ് ഭയം. ഒരു അഭയവുമില്ലാതെ വിഷമിക്കുന്നവൻ്റെ വാവിട്ട് കരയുന്ന നിലവിളിയാണ് ഭയം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ അടിസ്ഥാന ഭയം എന്ന് പറയുന്നത് അത് മരണഭയം തന്നെ. യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെയാണ് നാം നിർഭയരായി നിൽക്കണമെന്ന് യേശുക്രിസ്തു സദാ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ഭയപ്പെടേണ്ട എന്നൊരു വാക്ക് ധൈര്യപൂർവ്വം പറയുന്നുണ്ട്. നമ്മൾ വേദപുസ്തകത്തിൻ്റെ താളുകളിലൂടെ മറിച്ച് നോക്കുമ്പോൾ 366 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്കാണ് ഭയപ്പെടേണ്ട. ഫിയർ നോട്ട്. അത് എന്തിനാണ്? സദാ നമ്മെ ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവൻ, ഒരു ക്രിസ്ത്യാനിയായി പോകുന്നവൻ, ഒരു യഥാർത്ഥ യഹോവ ഭക്തവൻ്റെ ഉള്ളിൽ ഭയമില്ല. ഭയപ്പെടേണ്ട. നിത്യനായവൻ അവനോട് പറഞ്ഞിരിക്കുന്നു, അവൻ്റെ ഹൃദയത്തിലോട്ട് പറഞ്ഞിരിക്കുന്നു, മോനെ നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. സദാ നിർഭയനായിരുന്ന യേശുക്രിസ്തുവാണ് ആ വാക്യം നമ്മളോട് പറഞ്ഞത്. സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ട എന്നൊരു വാക്ക് പറഞ്ഞിട്ടാണ്. നമുക്ക് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കേൾക്കുന്നുണ്ട്. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ജനനം സർവ്വജനത്തിനും ഒരു സന്തോഷമുണ്ടായി. സർവ്വജനത്തിനും ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ മഹാസന്തോഷം ഞാൻ നിങ്ങൾക്ക് സുവിശേഷിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഇനി മുതൽ നിങ്ങൾ ഭയപ്പെടേണ്ട. യഥാർത്ഥത്തിൽ ആട്ടിടയന്മാരെ നോക്കുമ്പോൾ ഒരു ഇലയനങ്ങുമ്പോൾ പേടിക്കുന്നവരാണവർ. ഒരു ചെന്നായാണോ വരുന്നത്? ഒരു മോഷ്ടാവാണോ വരുന്നത്? എന്താണ് വരുന്നത്? ഈ കുഞ്ഞാടുകളെ ആരാണ് അപഹരിച്ചു കൊണ്ടുപോകുന്നത്? സദാ പേടിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഹൃദയം, ഊണിലും ഉറക്കത്തിലും പേടി അവരുടെ ഹൃദയത്തിലുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ആ തണുപ്പത്ത്, ആ മലഞ്ചെരുവിൽ വലിയ പ്രൊട്ടക്ഷനൊന്നുമില്ലാതെ ആടുകളുടെ വാതുക്കൾ കിടക്കുമ്പോൾ അവരെ മതിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വികാരം ഭയം തന്നെയാണ്. അവരോടാണ് മാലാഖമാർ വന്ന് ഈ മനോഹര സന്ദേശം, ഈ സുവിശേഷത്തിൻ്റെ മനോഹര സന്ദേശം പറയുന്നത്. മോനെ, ഇനി ഭയപ്പെടേണ്ട, മക്കളെ ഇനി ഭയപ്പെടേണ്ട, ഇനി ഒരു മഹാസന്തോഷം ഈ ഭൂമിയിൽ വന്നിരിക്കുന്നു, ഈ ഒരു സന്തോഷം ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു, അത് നിങ്ങൾ ഒന്ന് കാണുവിൻ. ഉടനെ തന്നെ അവർ ഇറങ്ങിച്ചെന്നു. ഉടനെ അവിടെ ദൂതന്മാരുടെ ശബ്ദം കേട്ട് ഇറങ്ങിച്ചെന്നു. ആ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ അദ്യവനായവൻ്റെ മുഖം അവർ കണ്ടു. അവർ വെറുതെ നിന്നില്ല. അവർ അവനെക്കുറിച്ചൊരു സുവിശേഷം മറ്റുള്ളവരിലേക്ക് പരത്തി. ഇനിയും എല്ലാ ഭയങ്ങളെയും അറുക്കുന്നവൻ, എല്ലാ ഭയത്തിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളെയും തകർക്കുന്നവൻ, ഭയപ്പെടേണ്ട എന്ന് നെഞ്ചുവിരിച്ച് പറഞ്ഞവൻ ജനിച്ചിരിക്കുന്നു. ആ വലിയ സുവിശേഷം അവർ പലരോടും പറയുകയുണ്ടായി. കാരണം സ്നേഹത്തിൽ ഭയമില്ല. യേശുക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാണ്. സകലരും തമ്മിൽ സ്നേഹിപ്പിൻ എന്നല്ലേ ഒരു പറഞ്ഞത്. യോഹന്നാൻ്റെ ലേഖനത്തിലൂടെ, കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനായി ഞാൻ നിങ്ങൾക്ക് ഇതെഴുതുന്നു എന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനായി ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയുന്നു. സ്റ്റേ അവേ ഫ്രം സിൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്റ്റേ അവേ ഫ്രം സിൻ. നമ്മൾ ഈ പാപ സാഹചര്യങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ വേരുകളിൽ നിന്ന്, അല്ലെങ്കിൽ പാപ സാഹചര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ നമുക്ക് പേടിയുണ്ടാവും. അകലം പാലിക്കുന്നത്. ഞാൻ വർഷങ്ങളോളം വനത്തിലൂടെ നടന്നിരുന്ന ഒരു മനുഷ്യനാണ്. നല്ല കാട്ടിലൂടെ, മനുഷ്യനൊന്നും ഇല്ലാത്ത കാട്ടിലൂടെ ഇങ്ങനെ നടന്നു. എനിക്ക് ആദ്യം ഭയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ ക്ഷുദ്രജീവികൾ, അനേക ജീവികളെല്ലാം അവിടെ ഉണ്ടായിരുന്നല്ലോ. ഒരു ആദിവാസി മൂപ്പനായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം പള്ളിക്കൂടത്തിൽ പോവുകയോ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ കാട്ടിൽ തന്നെ ജനിച്ച് വളർന്ന് ആ കാടിനെ മനസ്സിലാക്കി ജീവജാലങ്ങളെയെല്ലാം കണ്ടുപോയിരുന്ന ഒരു മനുഷ്യനാണ്. കാട് നല്ല കൈവെള്ള പോലെ അറിയാവുന്ന ഒരു മനുഷ്യൻ്റെ കൂടെയാണ് ഞാൻ വർഷങ്ങളോളം നടന്നത്. അദ്ദേഹം ഓരോരോ ജീവികളെ കാണിച്ചു. താഴെ ആന നിൽക്കുന്നു, കാട്ടാന നിൽക്കുന്നു. അത് ചെവിയാട്ടുന്ന ശബ്ദം കേൾക്കുന്നില്ലേ? അത് ഈ ഓടയൊടിക്കുന്ന ശബ്ദം, ഈറ്റ ഒടിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ലേ? അപ്പം നോക്കുമ്പോൾ ശരിയാ, താഴെ ആന നിൽപ്പുണ്ട്. നമുക്കൊരല്പം മാറി നിൽക്കാം. ആനയോട് പോയി അടുക്കേണ്ട ആവശ്യമില്ല, അല്പം മാറി നിൽക്കാം.
ചിലപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു പറയുടെ സൈഡിൽ നമ്മൾ കാണുന്ന ഒരു പാമ്പിനെ ആയിരിക്കും. അങ്ങനെ കാണുമ്പം ഈ മനുഷ്യൻ പറയുന്നുണ്ടോ അവിടെ ഒരു സംഗതി ഇരിക്കുന്നതുണ്ടോ, നമുക്ക് ഇത്തിരി ഇങ്ങോട്ട് മാറി നടക്കാം എന്ന് പറയാം. അപ്പോൾ ഒത്തിരി ശബ്ദിച്ചുകൊണ്ടല്ല നടക്കുന്നത്, സദാ നിരീക്ഷിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കണ്ണും കാതും മനസ്സും എല്ലാം കൂർപ്പിച്ച് നടക്കുന്നത്, വായടച്ചാണ് നടക്കുന്നത്, എല്ലാ ശബ്ദങ്ങളും ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. ശബ്ദങ്ങളും ഈ നല്ലപോലെ നിരീക്ഷിച്ച് നടക്കുമ്പോൾ മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ, മുന്നിലുള്ള നമ്മളെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ നേരത്തെ തന്നെ കണ്ടിട്ട് അവയിൽ നിന്നും എല്ലാം അകന്നു മാറി നടക്കുമ്പോൾ ഒരു അപകടം ഉണ്ടായില്ല. വർഷങ്ങളോളം നടന്നിട്ട് ഒരു അപകടം ഉണ്ടായില്ല. എനിക്ക് ആ മനുഷ്യൻ്റെ ധൈര്യം കണ്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഒരു കാലത്തും. കാരണം ഒന്നിനെയും പേടിക്കാതെ ചങ്ക് വിരിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ, നല്ല പ്രായമായിട്ടും ഒരു പേടിയുമില്ലാതെ നടക്കുന്ന മനുഷ്യൻ. എൻ്റെ ഉള്ളിൽ നിന്നും വർഷങ്ങളോളം കഴിഞ്ഞപ്പോൾ ആ പേടിയെല്ലാം പോയിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ജീവികളെക്കുറിച്ചുള്ള പേടികൾ പോയിരുന്നു. ഞാൻ ഒരിക്കൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി, അവൾക്ക് നല്ല പേടിയുണ്ട്, ഇട്ടുകാലിയെ പേടിയുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഒരെണ്ണത്തിനെ പിടിച്ച് മൈക്രോസ്കോപ്പിൽ കൂടെ ഒക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മോളെ ഇതിന് 8 കാലല്ല 8 കണ്ണുണ്ട്, ഇന്ന് സൂക്ഷിച്ച് നോക്കിയേ. അത് ശരിക്കും അതിൻ്റെ ദേഹത്ത് നല്ല ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ അത് വലുതായിട്ട് കണ്ടിച്ചപ്പോൾ അതിനൊരു ചിത്രശലഭത്തിൻ്റെയൊക്കെ ഒരു പോക്ക് അതിന് തോന്നി. അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ മതി. കൂടുതൽ നമ്മൾ അറിയുന്തോറും നമ്മുടെ പേടി മാറും എന്ന് ഞാൻ പറഞ്ഞു. അറിയുന്നതിനെ നമ്മൾ സ്നേഹിക്കുന്നതിനെ നമ്മൾ സംരക്ഷിക്കുന്നു. അറിയാത്തതിനെ നമ്മൾ പേടിക്കുന്നതിനെ നമ്മൾ കൊല്ലുന്നു. നമ്മുടെ ഉള്ളിലൊരു കൊലയുണ്ട്, നമ്മുടെ ഉള്ളിലൊരു കൊലപാതകനുണ്ട്. ഒരു കുഴപ്പവും നമുക്ക് ഉണ്ടാക്കാത്ത ഒരു ജീവിയെ ഒരിടത്തിരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് അതിനെ കൊല്ലണം, കാണുമ്പോൾ തന്നെ കൊല്ലണം. എന്തിനെ അടിച്ചു കൊല്ലുന്ന ചില ആൾക്കാരുണ്ട്. നമ്മുടെ ഉള്ളിലൊരു കൊലപാതകനുണ്ട്. പക്ഷെ അതിനെ അറിയാൻ ശ്രമിച്ചാൽ മതി, അതിൽ നിന്ന് അകലം പാലിച്ചാൽ മതി, ഒരു അറിവ് നേടിയാൽ മതി. യേശുക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞാൽ, വേണ്ട വിധം അറിഞ്ഞാൽ, അവനോട് നമ്മൾ അടുത്താൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പേടി മാറും. 1 യോഹന്നാൻ 4:18 യോഹന്നാൻ ശ്ലീഹ പറയും, സ്നേഹത്തിൽ ഭയമില്ല എന്ന്. 1 യോഹന്നാൻ 4:18. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഒരു തികഞ്ഞ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടായാൽ, സർവ്വരോടും ഒരു സ്നേഹം ഉണ്ടായാൽ, നമ്മുടെ ഇണയോടൊരു സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ മക്കളോടൊരു സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ മാതാപിതാക്കളോട് ഉള്ളിൽ തട്ടിയൊരു സ്നേഹം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഭയമില്ലാതാവും. ഭയത്തിന് അവിടെ സ്ഥാനമില്ല. ഈ തിന്മയുടെ ശക്തിക്ക് അവിടെ ഒരു സ്ഥാനമില്ലാതാവും. കാരണം അങ്ങനെ വരുമ്പം മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, സത്യത്തോട് ചേർന്ന് നിൽക്കുകയാണ് മറ്റൊരു വഴി. ദൈവത്തിൻ്റെ സ്തോത്രം. സദാ സത്യത്തോട് ചേർന്ന് നിൽക്കുക. ഒരു വാക്കിൽ തെറ്റാതെ, ഒരു കാപട്യമില്ലാതെ, 1 രൂപയുടെ കാര്യത്തിൽ തെറ്റ് വരുത്താതെ, കുൽസിത മാർഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇനി എൻ്റെ ജീവിതത്തിൽ 1 രൂപയുടെ ഒരു തെറ്റ് വരില്ല, ഒരു കബളിപ്പിക്കൽ വരില്ല എന്നൊരു തീരുമാനത്തോടുകൂടി പോവുകയാണെങ്കിൽ, ഒരു സത്യത്തോട് ചേർന്ന് നടക്കുകയാണെങ്കിൽ നമുക്ക് ഭയമുണ്ടാവുകയില്ല. അല്ല, നമ്മൾ തിന്മയുടെ കൂടെ, അല്ലെങ്കിൽ ടാക്സ് കബളിപ്പിക്കുന്നവരുണ്ട്, സർക്കാരിനെ ടാക്സ് വെട്ടിക്കുന്നവരുണ്ട്. എന്നാൽ അന്ന് അവിടെ നമ്മൾ നിൽക്കുക, നമുക്ക് ഇത്ര രൂപ സാലറി കിട്ടി, എന്നാൽ നമ്മൾ ഇത്ര രൂപ ടാക്സ് കൊടുക്കണം. ഓക്കെ, ഇതെൻ്റെ ഡ്യൂട്ടിയാണ്, ഈ ടാക്സ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുക, അത് ഞാൻ കൊടുക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോടും മനുഷ്യരോടും മനുഷ്യരുടെ മുമ്പിലും നമ്മൾ നന്മ ചെയ്യുന്നവരായി നിൽക്കുകയാണെങ്കിൽ, സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവരായി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയം മാറിപ്പോകും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് ക്രിസ്തു മൊഴി. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെയുള്ളവർ, പ്രവാചകൻ നമ്മളെ ഓർപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. കർത്താവ് നമുക്ക് ഏത് തരത്തിലുള്ള ഒരു സംരക്ഷണമാണ് ഈ പേടിയിലെ ഇങ്ങനെയുള്ളവർക്ക്, സത്യത്തിൻ്റെ വഴിയിൽ, സ്നേഹത്തിൻ്റെ വഴിയിൽ നടക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ എന്താണെന്ന് പ്രവാചകൻ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. നീ ഭ്രമിച്ചു നോക്കണ്ട, എന്നെ നീ ഭ്രമിച്ചു നോക്കണ്ട എന്നാ പറയുന്നത്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും എന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. ഐ വിൽ ഹെൽപ്പ് യു, ഐ വിൽ സ്ട്രെങ്തൻ യു, ഐ വിൽ അപ്ഹോൾഡ് യു, ഐ ആം വിത്ത് യു ആൻഡ് ഐ ലവ് യു. അതാണ് കർത്താവ് പറയുന്നത്. എന്താണ് വേണ്ടത്? ഈ പാപത്തിൽ നകന്നു നിൽക്കുക, ഈ ദുഷ്പ്രവർത്തികളിൽ നിന്ന്, അസത്യത്തിൻ്റെ വഴികളിൽ നമ്മൾ അകന്നു നിന്നിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദത്ത വചനമാണ്, മകനെ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഐ ആം വിത്ത് യു എന്ന് പറയുന്നത്. ഐ ആം വിത്ത് യു ഓൾ ദ ടൈം, ബോത്ത് ഡേ ആൻഡ് നൈറ്റ്. നീ എവിടെ പോയാലും, വെറെവർ യു ഗോ, ഐ ആം വിത്ത് യു. നീ എവിടെ പോയാലും, നീ എവിടെ കിടന്നുറങ്ങിയാലും, ഏത് കാട്ടിൽ പോയി കിടന്നാലും നിൻ്റെ കൂടെ ഞാനുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഒരു സ്നേഹം ഉണ്ടാകുക, സർവ്വരെയും സ്നേഹിക്കുന്ന, സർവ്വചരാചരങ്ങളെയും സ്നേഹിക്കുന്ന, ഒരു സത്യത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മളെ എപ്പോഴും ധൈര്യപ്പെടുത്തും. കാരണം അവൻ നിർഭയനായി നടന്നുപോയവനാണ്. പ്രവാചകരെ കൊല്ലുന്ന യെരുശലേമിലേക്ക് തല ഉയർത്തി നടന്നുപോയവനാണ്. അവൻ ആരെയും പേടിച്ചിരുന്നില്ല. അവൻ്റെ മധുമൊഴികളിൽ നിന്ന് വന്ന വാക്കാണ് ഭയപ്പെടേണ്ടെന്ന്. ഒരിക്കൽ യേശുക്രിസ്തു പറഞ്ഞു, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഒരു വാക്യമാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്.
ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരൊറ്റ കാര്യം നീ ചെയ്യുക, ഞാൻ ദൈവമാണെന്ന് നീ വിശ്വസിക്കുക, ഞാൻ സർവശക്തനാണെന്ന് നീ വിശ്വസിക്കുക, ഞാൻ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാണെന്ന് നീ വിശ്വസിക്കുക. അത് മാത്രമേ ഉള്ളൂ. വേറൊരു കാര്യവും ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. വേറൊരു കാര്യം ചെയ്യാം, വിശ്വസിക്കുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക, അത് മാത്രം നീ ചെയ്യുക എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ സാഹചര്യം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. യായിറോസ് എന്ന് പറയുന്ന പള്ളി പ്രമാണി, അദ്ദേഹം പ്രമാണിയാണ്, പള്ളിഭക്തനാണ്, എല്ലാമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ട്. ഈ യെരുശലേമിൽ കൂടി നടന്നുപോയ അനേകം അത്ഭുതങ്ങളെ ചെയ്ത് നടന്നു പോകുന്ന ഈ യേശു ക്രിസ്തുവിൽ അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ട്. ഓടിച്ചെന്ന് വേറെ അദ്ദേഹത്തിൻ്റെ മകൾക്ക് വലിയൊരു ദീനം വന്നപ്പോൾ, വലിയൊരു അസുഖം വന്നപ്പോൾ അദ്ദേഹം അന്നത്തെ ഭിഷകന്മാരുടെ അടുത്തേക്ക് ഓടുകയല്ല ചെയ്തത്, അന്നത്തെ വൈദ്യന്മാരുടെ അടുത്തേക്ക് ഓടുകയല്ല ചെയ്ത്, യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നു. യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ മകൾ ദീനമായി കിടക്കുന്നു, മരണത്തിന് പറ്റുന്ന തരത്തിലുള്ള ഒരു രോഗമായി അവൾ കിടക്കുന്നു, നീയൊന്ന് വരണം, നിൻ്റെ കൈയൊന്ന് വെക്കണം എന്ന് പറയണ്ട. അതിൻ്റെ 22-23 വാക്യങ്ങളിൽ, 5-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവൻ്റെ ആ സങ്കടം, അവൻ്റെ ആ വിശ്വാസം, അവൻ എന്താണ് കർത്താവിനോട് ആവശ്യപ്പെടുന്നതെന്നെല്ലാം നമ്മൾ കേൾക്കുകയാണ്. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു. എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ പ്രവൃത്തി നമ്മളൊന്ന് കാണേണ്ടതാണ്. യായിറോസ് ഒന്ന് അപ്രമാണിയായ ഒരു മനുഷ്യൻ. ആ പ്രമാണി, അനേകം ന്യായശാസ്ത്രികളും കർത്താവിനെ കുറ്റപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രമാണി എന്താ ചെയ്യുന്നത്? അവനൊരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പാദത്തിൽ വന്ന് വീണു, സാഷ്ടാംഗം വന്ന് വീണു. കർത്താവേ, എൻ്റെ കുഞ്ഞ് ദീനമായി കിടക്കുന്നു, നീ ഒന്ന് വരണമേ, നിൻ്റെ കൈയൊന്ന് വെക്കണമേ എന്ന് പറയുകയാണ്. അതിനിടയിൽ കർത്താവ് സമ്മതിച്ച് അവൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ പല സംഭവങ്ങൾ നടക്കുന്നു. സാധാരണ മനുഷ്യർക്ക് തോന്നും അല്പം വൈകിയോ, അവൻ പറയാൻ വൈകിയോ, കർത്താവ് നടന്ന് ചെല്ലാൻ വൈകിയോ, ഇടയ്ക്ക് നിന്നുപോയോ എന്നെല്ലാം തോന്നും. പക്ഷേ കർത്താവിൻ്റെ സമയം ഒരു സെക്കൻഡ് തെറ്റുന്നില്ലല്ലോ പ്രിയരെ. ഒരു ഭക്തനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരു സെക്കൻഡ് തെറ്റുന്നില്ല. കർത്താവ് പറഞ്ഞത്രേ ഇതെല്ലാം സംഭവിക്കുന്നത്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി ഇതെല്ലാം സംഭവിക്കുന്നു. അത് നാം വിശ്വസിക്കുക മാത്രം ചെയ്യുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ ഓടി വന്നു പറഞ്ഞു, ഇനിയിപ്പോൾ ഗുരുവിനെ നമ്മൾ അസഹ്യപ്പെടുത്തേണ്ട കാര്യമില്ല, നിൻ്റെ മകൾ മരിച്ചുപോയി. ഈ വന്ന് പറഞ്ഞവനൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ കർത്താവിനെ വിളിച്ച് പറഞ്ഞവന്, കർത്താവിനോട് പറഞ്ഞ ഈ പള്ളി പ്രമാണിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഇതൊന്നും കേട്ടിട്ട് കർത്താവ് കുലുങ്ങുന്നില്ല. ഈ വർത്തമാനമൊന്നും കേട്ടിട്ട് അതൊന്നും ഗവനിക്കുന്നില്ല. ഈ ചുറ്റുപാടും പറയുന്നവരോ, കവലയിൽ പറയുന്നവരോ, ഈ വചനം കൊള്ളില്ലെന്ന് പറയുന്നതോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ പരിശുദ്ധാത്മാവ് ഇല്ലെന്ന് പറയുന്നതോ, അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. നിത്യനായവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊന്നും ഗവനിക്കാതെ കർത്താവ് അപ്പോൾ പറഞ്ഞ വാക്കാണ് ഭയപ്പെടേണ്ട. പള്ളിപ്രമാണിയോട് കർത്താവ് പറഞ്ഞ വാക്കാണ് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. നിത്യനായവൻ അവൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു കഴിഞ്ഞപ്പോൾ അവർ ആരവാരവും അവിടെ കരച്ചിലും എല്ലാം ഉണ്ട്. അവർക്കെല്ലാം അത് കണ്ടിട്ട് അപ്പോൾ അവൻ പറയുന്നുണ്ട്, വീണ്ടും കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രേ എന്ന് അവരോട് പറഞ്ഞു. നിങ്ങൾ കരയുന്നതൊക്കെ എന്തിനാണ്? നിങ്ങൾ കരച്ചിലും ആരവാരവും ഒക്കെ എന്തിനാണ്? കുട്ടി ഉറങ്ങുന്നത്. അവർ അവനെ പരിഹസിച്ചു. ഈ വാക്ക് വായിച്ചപ്പോൾ ഞാൻ വിഷമിച്ചു പോയി. ആരെയാണ് അവർ പരിഹസിച്ചത്? ആരാണ് കടന്നു വന്ന് അവരുടെ കണ്ണൊന്ന് കണ്ടിരുന്നെങ്കിൽ? ആരാണ് നിത്യനായവന്, സർവ്വതും സൃഷ്ടിച്ചവനായവൻ്റെ കരങ്ങൾക്കൊന്നും അപ്രാപ്യമല്ല എന്ന് അവർക്കൊന്ന് കണ്ണ് തുറന്നു കിട്ടില്ല. സ്വന്തത്തിലേക്ക് അവൻ വന്നപ്പോൾ അവനെ തിരിച്ചറിഞ്ഞില്ല ആരും. അവൻ അടുത്തേക്ക് വന്നപ്പോൾ, ആ ഭവനത്തിലേക്ക് കയറിയപ്പോൾ ഭവനത്തിൽ കൂടിയിരുന്നവർക്ക് അവനെ മനസ്സിലായില്ല. അവൻ ആ കുഞ്ഞിൻ്റെ അമ്മയപ്പന്മാരെ മാത്രം വിളിച്ച്, തൻ്റെ പ്രിയ ശിഷ്യരെയും വിളിച്ചുകൊണ്ട് കുട്ടിയോട് പറഞ്ഞു, ബാലേ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീത ഖൂമി എന്ന് അവളോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ബാലേ എഴുന്നേൽക്ക എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ കുട്ടി എഴുന്നേറ്റു, കുട്ടി നടന്നു. ഈ കാഴ്ചയെല്ലാം കണ്ടിട്ട് അവിടെ കൂടിയിരുന്നവർ വിസ്മയിച്ചു. വിസ്മയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവഭയത്തിൻ്റെ വാക്കാണത്, വിസ്മയം. പ്രിയമുള്ളവരെ, ഈ നിത്യനായവന് അപ്രാപ്യമായി ഒന്നുമില്ല. നമ്മൾ ഓർക്കണം, അവൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം, നമ്മുടെ ഉള്ളം തുറന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ അനേക പേടിയിലൂടെ നടന്നു വന്ന മനുഷ്യനാണ്. അനേക കാര്യങ്ങളിൽ എനിക്ക് ഓർത്തിട്ട് പേടിയാകുന്നു.
എൻ്റെ ജീവിതത്തെ ഓർത്ത് പേടിയാവുന്നു, എൻ്റെ അകത്തെ ഓർത്ത് പേടിയാവുന്നു, എനിക്കുള്ള രോഗങ്ങളെ ഓർത്ത് പേടിയാവുന്നു, എൻ്റെ ചുറ്റുപാടുകളെ ഓർത്ത് പേടിയാവുന്നു, എനിക്ക് എൻ്റെ കൂടെ ജീവിക്കുന്നവരെ ഓർത്ത് പേടിയാവുന്നു. അവരുടെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ, ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് പേടിയാവുന്നു. കർത്താവേ, നിൻ്റെ കരമൊന്ന് വയ്ക്കണമേ, എന്നെ ഈ പേടിയിൽ നിന്ന് അകറ്റണമേ, നിൻ്റെ സംരക്ഷണത്തിൽ എന്നെ നടത്തണമേ, നിൻ്റെ സമാധാനത്തിൽ എന്നെ നടത്തണമേ. ആ മരണയോർദാനിൽ കൂടി കിടക്കുമ്പോൾ നിൻ്റെ കരം എന്നെ പിടിക്കണമേ. കർത്താവേ, നീ എനിക്ക് നിൻ്റെ നിത്യരാജ്യത്തിലേക്ക് കടക്കുവാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ. എല്ലാ മഹത്വവും നീ മാത്രം എടുക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടറിയണമേ. ആമേൻ.